ഞങ്ങളുടെ ഇംഗ്ലീഷ് മാസിക വിചാരസേതു ദി പാത്ത് ഓഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞൊരു മാസിക ഏകദേശം 50 കൊല്ലമായി നടത്തി വരുന്നു. അതിൽ ഞാനിപ്പോൾ നിർവ്വാണ പ്രകരണം, ലാസ്റ്റ് പ്രകരണമാണ് യോഗവാസിഷ്ഠ രാമായണത്തിൽ. അതിൽ ഞാൻ എഴുതാൻ തുടങ്ങി. 2-3 എണ്ണത്തിലായി പ്രാണായാമത്തിനെ പറ്റിയാണ് എഴുതുന്നത്. എന്താ ഈ പ്രാണായാമം? തികഞ്ഞ ഒരു ജ്ഞാനഗ്രന്ഥമാണ് യോഗവാസിഷ്ഠം. അതിൽ വസിഷ്ഠർ തന്നെ പറയുകയാണ്, എന്ത്, ഞാൻ ഭുഷുണ്ടൻ എന്ന് പറഞ്ഞൊരു കാക്കയെ മഹാമേരു പർവ്വതത്തിൽ ചെന്ന് കണ്ടു. അദ്ദേഹം വലിയ ഒരു യോഗിയാണ്. ഈ പ്രപഞ്ചം ലയിക്കുന്ന സമയത്തും പുതിയ സൃഷ്ടി ഉണ്ടാകുന്ന സമയത്തും അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ഭുഷുണ്ടൻ, ഒരു കാക്കയാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. അപ്പം നേരിട്ട് കണ്ട് സംസാരിച്ച് കളയാം എന്ന് പറഞ്ഞ് അവിടെ ചെന്നു പോയി. അദ്ദേഹം ആ കൊക്ക് കൊണ്ട് ചില കൊമ്പും ചില്ലയൊക്കെ എടുത്തിട്ട് എനിക്കൊരു ആസനം ഉണ്ടാക്കി തന്നു. ഞാൻ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നിട്ട് അദ്ദേഹവും ഞാനുമായിട്ടൊരു അഭിമുഖം, ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണത്തിൽ അദ്ദേഹം പറയണത് പ്രാണായാമമാണ് എൻ്റെ ഒരേ ഒരു സാധന എന്ന്. ആ പ്രാണായാമം കൊണ്ട് ഞാൻ ചിരഞ്ജീവിയായി ജീവിക്കുന്നു എന്ന് മാത്രമല്ല, എൻ്റെ മനസ്സ് സമത്വസുന്ദരമായി ഒരു വിധത്തിലുള്ള അല്ലലോ അലട്ടോ വ്യതിചലനമോ വീഴ്ചയോ താഴ്ചയോ ഉയർച്ചയോ ഒന്നുമില്ലാതെ അങ്ങനെ നിറഞ്ഞിരിക്കണമെന്ന്. പ്രാണായാമത്തിനെ പറ്റി ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം.